എടാ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവുന്ന എനിക്ക് തോന്നുന്നു. എടി നീ എന്നെ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? അച്ഛൻ എനിക്കൊരു ഗവൺമെന്റ് ജോലിക്കാരനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അവനെ കിട്ടുക. കുറച്ച് നാളും കൂടി സമയം തന്നെ ഞാൻ ഗവൺമെന്റ് ജോലി മേടിക്കാം. എനിക്കിതൊരു നല്ല ഓപ്ഷൻ ആയിട്ടാ തോന്നുന്നത്. ക്രിസ്റ്റഫറെ, എന്തോ ഇതാ ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കൻ. ഹലോ, എവിടെയാ ബ്രോ വർക്ക് ചെയ്യുന്നത്? ഞാൻ വില്ലേജ് ഓഫീസിലെ ക്ലർക്കാ. അവന് ജോലിയൊന്നും ആയിട്ടൊന്നും. ശരിയെ, എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. ഞാൻ PSC നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ശരി, ഹാപ്പി മാരീഡ് ലൈഫ്. ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു ദിവസം അവൾക്ക് വേണ്ടി മുടക്കിയ പൈസ എല്ലാം അവളെ കൊണ്ട് തന്നെ എന്റെ കയ്യിൽ എത്തിക്കണം. അവളെ കൊണ്ട് എന്നെ സാറേന്ന് വിളിപ്പിക്കണം. അതിന് ഞാൻ തന്നെ അറിയണം. എന്തോ ഇവിടെ ഒന്നേ പഠിത്ത വല്ല ജോലി രണ്ടും കൂടെ ഇവിടെ നടക്കില്ല. ഏറ്റു പോടാ. മെൽവിനെ നീയായിരുന്നോ? കൊറേ നാളായല്ലോ കണ്ടിട്ട്. എടാ ജോലിയൊന്നും ആയി കാണലായിരിക്കല്ലോ. ഇതാ എന്റെ റാങ്ക് ലിസ്റ്റ്. ഇത് ഞാൻ വില്ലേജ് ഓഫീസറാ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ക്ലർക്കാ. അയ്യോ സാറേ, ഒന്നും മനസ്സിലാക്കില്ലോ കേട്ടോ. സാറേ ചായ. സാറേ കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടാ പോളെ. മന്തി ഓർഡർ ചെയ്യണോ? ഭയങ്കര പൈസ ആവുമല്ലേ? അയ്യോ സാറേ, പൈസ ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. പണ്ടേ ഇവളൊരു എച്ചിയാ, എന്നെ കുറെ ഊറ്റിയിട്ടുണ്ട്. അയ്യോ സാറേ, എത്രയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, ഞാൻ അയച്ചുതരാം. എന്നാ ശരി, ഞാൻ പോവാ. നല്ല മന്തിയായിരുന്നു. ഇനി ഡ്യൂട്ടിക്ക് വരുമ്പോ കാണാം. ഒരു വെള്ള പേപ്പർ കൊണ്ട് എത്ര പേരെ പറ്റിക്കുന്ന 36 തവണ പൈസ എഴുതി ഞാൻ എങ്ങനെ ജയിക്കാനാ? ഇതിപ്പോ ചുളുവിൽ അവക്കായിട്ട് മുടക്കിയ പൈസയും കിട്ടി, നല്ല ഫുഡും കിട്ടി, നല്ല ബഹുമാനവും കിട്ടി.